ഞാൻ 2000-ലാണ് കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യാൻ തുടങ്ങിയത്. അതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ കോഴിക്കോട് ISRലെ ബി ശശികുമാർ സാറാണ് അതിന് എനിക്ക് ഏറ്റവും കൂടുതൽ പ്രചോദനം നൽകിയത്. ഒരിക്കലും ഞാൻ ISRൽ പോയി കഴിഞ്ഞപ്പോൾ അവിടെ എനിക്ക് കുറ്റിക്കുരുമുളകിൻ്റെ ഒരു വെറൈറ്റി കാണാൻ സാധിച്ചു. അപ്പോൾ അന്ന് എനിക്ക് തോന്നിയൊരാശയമാണ് എനിക്കും ഇതേപോലെ കൃഷി ചെയ്താൽ എന്താ എന്ന്. അങ്ങനെ ഞാൻ വയനാട്ടിൽ എൻ്റെ വീട്ടിൽ വന്ന് ഇതിൻ്റെ എല്ലാ പരിശ്രമങ്ങളും തുടങ്ങുകയും ചെയ്യും. കുരുമുളകിൽ ആ പരീക്ഷണം തുടങ്ങി. അങ്ങനെ കുരുമുളകിലെ പരീക്ഷണം നടക്കി അത് വിജയിക്കുകയും ചെയ്തു. അങ്ങനെ എനിക്ക് 2012-ലാണ് ബാംഗ്ലൂർ IHRൻ്റെ നാഷണൽ ഇന്നോവേഷൻ അവാർഡ് കിട്ടിയത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരുപാട് വെറൈറ്റി കുരുമുളകുകളുണ്ട്. ഇത് ഞാൻ പറയുന്നത് വെച്ചാൽ ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്ക് പോലും ഈ കുറ്റിക്കുരുമുളക് കൃഷി ചെയ്യുക. എന്താ വെച്ചാൽ രാസവളങ്ങൾ വേണ്ട, കീടനാശിനി വേണ്ട, അതേപോലെ തന്നെ ഏത് സമയത്തും മുളകായിരിക്കും. ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന ആളുകൾക്കാണെങ്കിൽ വീട് മാറിപ്പോകുന്ന സമയത്ത് അവർക്കത് അങ്ങോട്ട് കൊണ്ടുപോവുകയും ചെയ്യാം. അതാണ് ഇതിൻ്റെ പ്രത്യേകത. വേറൊന്ന് വെച്ചാൽ ഒരു കുരുമുളക് വള്ളിയുടെ ആയുസ് തന്നെ കുറ്റിക്കുരുമുളകിന് കിട്ടുകയും ചെയ്യും. കീടരോഗങ്ങളും പൊതുവെ കുറവാണ് കുറ്റിക്കുരുമുളകിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതൽ ഉൽപ്പാദിപ്പിക്കുകയാണെങ്കിൽ നമ്മൾക്ക് ഉയർന്ന വില കിട്ടാനും സാധ്യതയുണ്ട്. ഇത് ചെറിയ കുട്ടികൾക്ക് പോലും ഈ കൃഷി ചെയ്യുക എന്നുള്ളതാണ് ഈ കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകത. ഞാൻ ആദ്യമായിട്ട് പരീക്ഷണം നടത്തിയിരിക്കുന്നത് പന്നിയൂർ 1 എന്ന് പറയുന്ന കുറ്റിക്കുരുമുളക് ആണ് എടുത്ത് പരീക്ഷ. അത് വളരെ വിജയകരമായിട്ട് എന്നെ വരികയും ചെയ്തു. അതിൻ്റെ ശേഷമാണ് ഞാൻ കുരുമുളക് വെറൈറ്റികളും ഞാൻ സംഘടിപ്പിക്കാൻ തുടങ്ങി. അത് ഗ്രാഫ്റ്റ് ചെയ്ത് അതുപോലെ തന്നെ ഗ്രാഫ്റ്റ് അല്ലാതെ തന്നെ വെറുതെ അതിൻ്റെ കണ്ണിത്തല കുത്തി വേര് പിടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, നഴ്സറികളിൽ പോവുകയാണെങ്കിൽ 300 രൂപ മുതൽ 400, 500 രൂപ വരെ വാങ്ങിക്കുന്നത്. എന്നാൽ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് 5 രൂപ പോലും ചിലവ് വരുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അതെന്ന് വെച്ചാൽ നമുക്ക് ഉയർന്ന ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഉയർന്ന വില കിട്ടുകയും അതേപോലെ തന്നെ പരിപാലിക്കാൻ എളുപ്പവും ആണ്. ഏത് സീസണിലും നമുക്ക് ഇതിനെ പരിപാലിക്കുക എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ ഞാൻ എൻ്റെ വീടിൻ്റെ സിറ്റ് ഔട്ടിൽ അത് നിറഞ്ഞിരിക്കുന്ന കുരുമുളക്, അതേപോലെ തന്നെ ടെറസിൻ്റെ മുകളിലാണെങ്കിൽ അത് വളർത്തിയിട്ടുണ്ട്. അതിൽ വീടിൻ്റെ മുൻഭാഗം ഞാൻ ചട്ടിയിൽ വളർത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ മണ്ണിൽ ഞാൻ എൻ്റെ തോട്ടത്തിൽ കുരുമുളക് ഇത് എവിടെ വേണമെങ്കിലും വളർത്താം എന്നുള്ളതും കൂടിയാണ് ഇതിൻ്റെ പ്രത്യേകത. കുരുമുളക് തൈ ഉൽപ്പാദിപ്പിക്കുന്നതിൻ്റെ മെയിൻ പ്രധാന കാരണം നമ്മൾ കൂടെ നടക്കലാണ്. കൂടെ നടക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കൂടെ നന്നായിട്ട് ടൈറ്റായിട്ട് വേണം നടക്കാൻ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മരുന്ന് നിറക്കുന്ന അതേ പരുവത്തിൽ ടൈറ്റായിട്ട് വേണം നടക്കാൻ. അതല്ല എന്നുണ്ടെങ്കിൽ ചില ആളുകളൊക്കെ പറയുന്നത് കേൾക്കാം, പുട്ടിൻ്റെ പരുവത്തിൽ പുട്ട് ഇടുന്ന മാതിരി ആയിരിക്കണം കൂടെ ഇറക്കാൻ. അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരു ചെടികൾ നമുക്ക് കിട്ടിയെന്നില്ല, എല്ലാം ചീഞ്ഞു പോകും. അപ്പോൾ നന്നായിട്ട് കൂടെ എപ്പോഴും ടൈറ്റായിട്ട് നടക്കണം. അങ്ങനെ വന്നെങ്കിലേ എല്ലാ ചെടികളും വേര് പിടിച്ച് കിട്ടുകയുള്ളൂ. അത് ഇനി ഏറ്റവും ചുരുങ്ങിയത് ഒരു 12 ഹോൾസെങ്കിലും ഒരു കൂടക്ക് കൊടുക്കുകയും വേണം. മണൽ, ചാണകപ്പൊടി തുല്യ അളവിൽ എടുത്തിട്ട് വേണം കൂടെ ഇറക്കാൻ. അങ്ങനെ നിറച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ കണ്ണിത്തല എടുക്കണം. കണ്ണിത്തല എന്ന് പറയുന്നത് നമുക്ക് കുരുമുളക് ഉണ്ടാകുന്ന ഭാഗത്താണ് എടുക്കേണ്ടത്. അത് 1 വർഷം പ്രായമായ കണ്ണിത്തല വേണം എടുക്കാൻ. നമുക്കറിയാം, കുരുമുളകിന് നിലത്ത് കൂടെ പോകുന്ന ചെന്തലുണ്ട്, അതുപോലെ തന്നെ മുകളിൽ പോകുന്ന കീറുതലുണ്ട്. അതിൽ നിന്ന് കുരുമുളക് ഉണ്ടാകുന്ന ഭാഗം അതിനാണ് കണ്ണിത്തല എന്ന് പറയുന്നത്. അത് 1 വർഷം പ്രായമായ കണ്ണിത്തല അഥവാ അത് എങ്ങനെ തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ തണ്ടുകൾക്ക് നല്ല തത്തപ്പച്ച കളർ ഉള്ളതായിരിക്കും ഉണ്ടാകുക. ആ തത്തപ്പച്ച കളറുള്ള തണ്ടുകളാണ് നമ്മൾ വേര് പിടിപ്പിക്കാൻ ഉപയോഗിക്കുന്നത്. ഒരിക്കലും അത് മൂപ്പുള്ള കണ്ണിത്തലകൾ എടുത്തു കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടാൻ പ്രയാസമായിട്ട് വരും. അതിൽ 2 തരത്തിലാണ് ഞാൻ നിങ്ങൾക്ക് ഇന്നിവിടെ കാണിച്ചു തരുന്നത്. ഒന്ന് കുരുമുളകിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുക, പെപ്പർ കൊളബ്രീനം വെച്ചിട്ട്, അതും ഞാനത് ചെയ്ത് കാണിച്ചു തരുന്നുണ്ട്. സാധാരണ 3-4 മുട്ടോട് കൂടിയുള്ള കണ്ണിത്തലയാണ് എടുക്കേണ്ടത്. ആ കണ്ണിത്തല എടുത്ത് കഴിഞ്ഞതിൻ്റെ ശേഷം അതിന് മുട്ടിനോട് ചേർന്നിട്ട് നമ്മൾ എന്താ വെച്ചാൽ ചെരിച്ച് മുറിക്കണം. വട്ടത്തിൽ മുറിക്കുന്നത് ഇതേപോലെ ചെരിച്ച് മുറിച്ചിട്ട് വേണം നമ്മൾ എടുക്കാൻ. അങ്ങനെ മുറിച്ചെടുത്തതിൻ്റെ ശേഷം എല്ലാ വളക്കടയിലും വാങ്ങിക്കാൻ കിട്ടുന്ന ഒരു സാധനമാണ് റൂട്ട് ഹോർമോൺ. കെറാഡിക്സ് എന്ന് പറയുന്ന ഒരു റൂട്ട് ഹോർമോൺ ഉണ്ട്. ആ റൂട്ട് ഹോർമോണിൽ മുക്കിയിട്ട് വേണം എടുക്കാൻ. നേരിട്ടിട്ട് ഒരിക്കലും കൂടയിലേക്ക് കണ്ണിത്തല നേരിട്ട് ഇറക്കി വെക്കാൻ പാടില്ല. എപ്പോഴും ഒരു കമ്പെടുത്ത് ഒരു കുഴി ഉണ്ടാക്കിയതിൻ്റെ ശേഷം വേണം അതിലേക്ക് ഇറക്കാൻ. അല്ലാതെ വന്ന് തന്നെ നേരിട്ട് ഇറക്കി വെക്കുന്ന സമയത്ത് ഈ നോടിൻ്റെ അവിടെ തൊലി പോയിട്ട് വേര് പിടിച്ച് കിട്ടാൻ പ്രയാസമായിട്ട് വരും. എന്നതിൻ്റെ ശേഷം ഇതേപോലെ തന്നെ നന്നായിട്ട് ടൈറ്റാക്കി വെച്ചിട്ട് നനച്ച് കൊടുക്കുക. നനച്ച് കൊടുത്ത് തണലത്ത് വെക്കേ വേണ്ടതുള്ളൂ.
ഇത്രയാണ് അതിൽ ചെയ്യേണ്ടത്. ഇനി പിന്നെ നമുക്ക് കുരുമുളകിൽ എങ്ങനെ ഗ്രാഫ്റ്റ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ കാണിച്ചു തരുന്നത്. ഇത് പെപ്പർ കൊളബ്രീനം എന്ന് പറയുന്ന ഒരു കാട്ടുതിപ്പല്ലിയാണ്, ഒരു ബ്രസീലിയൻ തിപ്പല്ലിയാണിത്. ഇത് കുരുമുളക് ഗ്രാഫ്റ്റ് ചെയ്യാനാണ് സാധാരണ ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ചാൽ ഏത് ചതുപ്പ് നിലത്തും വളരും. അതുകൊണ്ട് തന്നെ കുരുമുളകിൽ ഈർപ്പം കൂടി പോയാൽ പോലും കുരുമുളക് വള്ളികളോ പിന്നെ കുറ്റിക്കുരുമുളക് നശിച്ചു പോവില്ല. ഇതൊരു ബ്രസീലിയൻ തിപ്പല്ലിയാണ്. ഇതിൽ ഈ കുരുമുളക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100% പിടിച്ചു കിട്ടും എന്നുള്ളൊരു പ്രത്യേകതയും ഇതിലുണ്ട്. ഇത് ഗ്രാഫ്റ്റ് ചെയ്യുന്ന ഭാഗം എന്ന് വെച്ചാൽ ഇതിൻ്റെ തല കട്ട് ചെയ്യുക. ഇതിൻ്റെ തല കട്ട് ചെയ്തതിൻ്റെ ശേഷം നമുക്ക് കുരുമുളകിൻ്റെ കണ്ണിത്തല എടുക്കുക. കുരുമുളകിൻ്റെ കണ്ണിത്തല എടുത്ത് പകുതിയോളം ഇലകൾ കട്ട് ചെയ്ത് ആപ്പ് രൂപത്തിൽ വേണം ചെത്താൻ. ആപ്പ് രൂപത്തിൽ ഇതിൻ്റെ ശേഷം ഇതിലേക്ക് ഇറക്കി വെക്കുക. ഇതാണ് ശരിക്കും നമ്മൾ പഠിക്കേണ്ട ഇതിലെ കെട്ട്. ഈ ഗ്രാഫ്റ്റിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഇനങ്ങളും ചക്ക, മാവ്, പ്ലാവ് ഇതെല്ലാം ഗ്രാഫ്റ്റ് ചെയ്യുക. ഇതെപ്പോഴും ടൈറ്റായിരിക്കണം, ഇതിലേക്ക് വെള്ളം ഇറങ്ങാൻ പാടില്ല. ഇത്ര വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റാവുന്ന ഒരു പരിപാടിയാണ് ഗ്രാഫ്റ്റിംഗ്. ചെറിയ കുട്ടികൾക്ക് പോലും ഈ ഗ്രാഫ്റ്റിംഗ് ചെയ്യും. നമുക്ക് സാധാരണ മരത്തിൻ്റെ മുകളിലോട്ട് വിട്ട് വളർത്തുന്ന കുരുമുളകാണ് 3 വർഷം പിടിക്കും വിളവ് ലഭിക്കാൻ. കുറ്റിക്കുരുമുളക് എന്ന് പറയുന്നത് നട്ട് നമ്മൾ 3 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ അത് വിളവ് കിട്ടും. അതാണ് അതിൻ്റെ പ്രത്യേകത. അതുപോലെ തന്നെ നമുക്ക് പിന്നെ അച്ചാർ പാകത്തിൽ കിട്ടും, അതുപോലെ കറികളിലിടാൻ, ഉണക്കാനുള്ള അങ്ങനെ 3 തരം കുരുമുളക് നമുക്ക് ഒരു ചെടിച്ചട്ടിയിൽ നിന്ന് കിട്ടും. സാധാരണ കുരുമുളകിനെ അപേക്ഷിച്ച് പിന്നെ കുറ്റിക്കുരുമുളകിന് കീടരോഗങ്ങൾ വളരെ കുറവാണ്. എന്നാൽ അപൂർവം ചില ഈ എലപ്പൻ പോലുള്ള ചില രോഗങ്ങൾ കാണുന്നുണ്ട്. അതിന് നമ്മൾ കൊടുക്കേണ്ടത് വെച്ചാൽ വേപ്പെണ്ണ വെളുത്തുള്ളി മിശ്രിതമാണ് ഏറ്റവും നല്ലത്. അത് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരുവിധം കീടരോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള കഴിവ് ഈ കുരുമുളകിനുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇപ്പോൾ നമ്മൾ നട്ട് 3 മാസം ആകുമ്പോഴത്തേക്ക് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് വിളവെടുക്കുക എന്നാൽ ഒരു 2 വർഷം ആകുമ്പോഴത്തേക്ക് തന്നെ ഒരു ചട്ടിയിൽ നിന്ന് നമുക്ക് ഒരു 1.5 കിലോ ഉണക്ക കുരുമുളക് കിട്ടുന്നത് ഇപ്പോൾ കണ്ടാൽ തന്നെ നമുക്കറിയാം ഒന്നായിട്ട് വിളഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല വെയിറ്റും കിട്ടും. സാധാ കുരുമുളകും അല്ല, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നനച്ച് കൊടുക്കുന്നതുകൊണ്ട് നമുക്ക് നല്ല വെയിറ്റ് കിട്ടുകയും ചെയ്യും ഈ കുരുമുളകിന്. എൻ്റെ കയ്യിൽ ഞാൻ പറഞ്ഞു പിന്നെ ഒരുപാട് ഇനം കുരുമുളകുകളുണ്ട്. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ അഗളി പെപ്പർ എന്ന് പറയുന്ന ഒരു പെപ്പറുണ്ട്. അതിൽ പ്രത്യേകത വെച്ചാൽ കിളികൾ ഭക്ഷിക്കില്ല. അത് 50% വെയിറ്റ് കിട്ടുന്ന ഒരു കുരുമുളകും കൂടിയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതായത് നമുക്ക് ഇവിടെ കാണാൻ പിന്നെ ഇതാ മുറ്റത്ത് തന്നെ ഞാൻ ചട്ടിയിലാക്കി വെച്ചിട്ടുണ്ട്. അതിൽ കുരുമുളക് പിന്നെ സാധാരണ കുരുമുളക് കിളികളൊക്കെ ഭക്ഷിക്കും. എന്നാൽ പിന്നെ അഗളി പെപ്പർ കുരുമുളക് ഭക്ഷിക്കില്ല. 50% കണ്ട് വെയിറ്റ് കിട്ടുന്ന ഒരു കുരുമുളകും കൂടിയാണ്. അതേപോലെ തന്നെ നമുക്ക് കൂമ്പുക്കൽ പെപ്പർ നേരത്തെ കാലത്തെ വിളവെടുക്കാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നമ്മൾ മരത്തിൻ്റെ മുകളിലോട്ടാണെങ്കിലും ശരി 2 കൊല്ലം ആകുമ്പോഴത്തേക്ക് തന്നെ അത് പിന്നെ കായ്ക്കാൻ തുടങ്ങും. കുറ്റിക്കുരുമുളകിൽ എപ്പോഴും ഒരേ പോലെ തന്നെ കുരുമുളക് കായ്ച്ചു കിടക്കും. അതിലൊരു സീസണില്ല. കാരണം നമ്മൾ ഏത് സമയത്ത് തന്നെ വളം ചേർക്കുന്നു, അതേപോലെ തന്നെ നനയ്ക്കുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം പതിക്കാത്ത സ്ഥലങ്ങളിലാണ് ഏറ്റവും കൂടുതൽ വിളവ് നമ്മൾ കണ്ടിരിക്കുന്നത്. എനിക്ക് 200 വരെ ഉണക്ക കുരുമുളക് കിട്ടിയിട്ടുണ്ട് ചട്ടിയിൽ നിന്ന്. അപ്പോൾ ചട്ടി എന്ന് പറയുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ചുരുങ്ങി 20 ഈ കാണുന്ന ചട്ടികളൊക്കെ 20 ഇഞ്ച് വലുപ്പം വരുന്ന ചട്ടിയാണ്. അപ്പോൾ ചട്ടിയുടെ വലുപ്പം കുറയുന്നതിനനുസരിച്ച് അത് വിളവ് കുറയുകയും ചെയ്യും. എന്നാൽ അത് നമ്മൾ നിലത്തേക്കാണ് അത് നമ്മൾ നടന്ന് എന്നുണ്ടെങ്കിൽ അതിൻ്റെ
അതിൻ്റെയൊക്കെ വിളവ് കൂടുതൽ കിട്ടുകയും ചെയ്യും. ഇവിടെ എൻ്റെ വീട്ടിൽ ഈ പത്രങ്ങൾ അതിൽ പല മാധ്യമങ്ങൾ വഴിയും പറഞ്ഞിട്ട് എൻ്റെ വീട്ടിൽ വരുന്ന ആളുകളോടൊക്കെ ഞാൻ അവർക്ക് പഠിപ്പിച്ച് കൊടുക്കാറാണ് ആദ്യം ചെയ്യുക. അവരോട് ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, നിങ്ങളെ വീട്ടിൽ ഒരു വള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ അത് ഉണ്ടാക്കാം, അത് ഉണ്ടാക്കേണ്ടത് ഇങ്ങനെയാണെന്ന് പറഞ്ഞത്. ഇനി അതൊക്കെ അവർക്ക് വള്ളി ഇല്ല എന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ ഇവിടുന്ന് തന്നെ ഗ്രാഫ്റ്റ് ചെയ്തിട്ട് അവർക്ക് ഏത് ഇനാണോ വേണ്ടത് ഇത്ര ഗ്രാഫ്റ്റ് ചെയ്തിട്ട് ഞാൻ അവർക്ക് കൊടുക്കുകയും പരിശീലനം നൽകുകയും ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇവിടെ പല ഭാഗത്തുനിന്ന് എനിക്ക് കേരളത്തിൻ്റെ അകത്തും പുറത്തുനിന്നും പല ആളുകളും വിളിച്ചിട്ട് ഇവിടെ വരുന്നുണ്ട്. ഞാൻ ചട്ടിയോട് കൂടിയിട്ട് ചില ആളുകൾക്ക് ഈ പറയുന്ന മാതിരി സ്വന്തമായിട്ട് കുരുമുളക് വള്ളി ഇല്ലാത്ത ആളുകൾ പറയുകയാണെങ്കിൽ അവർക്ക് ഞാൻ ചട്ടിയോട് കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട്. എന്നാൽ അപൂർവം ചില ആളുകൾക്ക് മാത്രമേ ഞാനത് കൊടുക്കുന്നുള്ളൂ. കാരണം ഒരു വിധത്തിൽ അവർക്ക് സാധാരണ കുരുമുളകിൻ്റെ വള്ളികളോ തൈകളോ സംഘടിപ്പിക്കാൻ പറ്റാത്ത ആളുകൾക്ക് ഇവിടെ വന്ന് ഞാൻ അവരെ ആരെയും നിരാശപ്പെടുത്തുകയില്ല. ഞാനിവിടെ MS സ്വാമിനാഥൻ ഫൗണ്ടേഷനിൽ എല്ലാ വർഷവും ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ വിത്തുത്സവം നടക്കുന്ന സമയത്ത് അവിടെ എക്സിബിഷന് വേണ്ടിയിട്ട് വീട്ടിൽ നിന്നാണ് കുരുമുളക് കൊണ്ടുവരൽ. അതുപോലെ തന്നെ അമ്പലവയൽ പൂപ്പലിക്കായിക്കോട്ടെ, കൃഷി വകുപ്പിൻ്റെ പരിപാടികൾക്ക് ആകട്ടെ, ഏത് പരിപാടി വരുമ്പോഴും ഇവിടുന്ന് ചട്ടിയിൽ നിറഞ്ഞു നിൽക്കുന്ന കുരുമുളക് ചട്ടികളാണ് അങ്ങോട്ട് കൊണ്ടുപോക്ക്. ഞാനത് വളരെ സന്തോഷപൂർവ്വം അവർക്ക് കൊടുക്കുകയും അത് പല ആളുകൾക്ക് പഠിക്കാൻ ഒരു പ്രചോദനമാകുകയും ചെയ്തിട്ടുണ്ട്. എനിക്ക് തീർച്ചയായിട്ടും വളരെ സന്തോഷം എന്ന് പറയുന്നത് എൻ്റെ വീട് പണ്ട് എൻ്റെ ബോഗൺവില്ല, റോസ്, യൂഫോർബിയ പോലുള്ള പൂക്കളായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിൽ നിന്ന് വരുമാനങ്ങളൊന്നും കിട്ടുന്നില്ല. അങ്ങനെ എനിക്ക് കുറ്റിക്കുരുമുളകിലേക്ക് തിരിഞ്ഞാൽ നല്ലൊരു വരുമാനം കിട്ടും. അതിൽ നിന്ന് കിട്ടുന്ന അത്ര സന്തോഷം. കാരണം വെച്ചാൽ ഒരു ചട്ടിയിൽ തന്നെ പല പരുവത്തിലുള്ള തിരിയായിട്ട് മൂപ്പെത്തിയ തിരികളെല്ലാം കാണുമ്പോൾ അതിന് കിട്ടുന്നൊരു സുഖം വേറെ തന്നെയാണ് എനിക്ക്. അത്രയും എനിക്ക് വേറെ ഒരു ഇതിൽ നിന്ന് കിട്ടിയിട്ടില്ല.